ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു ഉച്ചവരെയുള്ള വിശേഷങ്ങളൊക്കെ ആണ് കേട്ടോ. കുറച്ച് ക്ലീനിങ് ആണ് ഇന്നത്തിൽ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അധികം കുക്കിങ്ങോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, എന്താണെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ആക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ തലേദിവസം ഞാൻ മാവ് അരച്ച് വെച്ചത് നമ്മളുടെ റൈസ് കുക്കറിലാണ് കേട്ടോ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നത്, ഇറച്ചി എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാൻ വിചാരിച്ചു. എപ്പോഴും ദോശയാണ് കേട്ടോ റെഡിയാക്കാറ്. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ തലേദിവസം നമ്മൾ സാമ്പാർ വെച്ചതുകൊണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വേറെ എക്സ്ട്രാ കറികളൊന്നും വേണ്ടല്ലോ വിചാരിച്ചു. അത് ബാക്കി ഉണ്ടായത് കാരണം ഉച്ചയ്ക്കും അതുപോലെ തന്നെ രാവിലേക്കും അത് അങ്ങാക്കാൻ വിചാരിച്ചിട്ടോ. ഇഡ്ഡലി ആകുമ്പോൾ സാമ്പാറും കോമ്പിനേഷനാണല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇഡ്ഡലിക്ക് നമ്മൾ വേറെ കറി ഉണ്ടാക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ സാമ്പാറിനേക്കായും ചിലവാകുന്നത് ഇഡ്ഡലിക്ക് തക്കാളി ഉള്ളിയും വാട്ടിയിട്ടുള്ള ആ ഒരു ചമ്മന്തിയാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇതുണ്ടായത് കാരണം പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല. ഇനിയിപ്പോൾ അതാ ഇഡ്ഡലിയുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ അത് ഇറക്കി കൊടുത്തിട്ടുണ്ട്, ഇഡ്ഡലി തട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ കിടന്ന് വേവട്ടെ. സാമ്പാർ ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് വെന്ത് വന്നപ്പോൾ ഞാൻ എന്താക്കിയെന്നോ ഗ്യാസ് അങ്ങ് ഓഫാക്കി കൊടുത്തു. എന്നിട്ട് അത് ചൂടാറിയിട്ട് പിന്നെ അതിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് സാധനം റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് റെഡി ആവുമല്ലോ. ദോശമാവിന് കൂട്ടിയേക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ, മറക്കാതിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ അവിടെ റെഡിയാക്കിയിട്ട് അതൊന്ന് തണിയാൻ നിൽക്കണം. ആ ഒരു ഗ്യാപ്പിൽ എന്ത് ചെയ്തു, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഞാൻ കളയാറില്ല കേട്ടോ. അത് ഞാൻ മുളകും തൈയും അതുപോലെ തന്നെ കറിവേപ്പും ഒക്കെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അത് നല്ലതാണ് കേട്ടോ. കറിവേപ്പിനൊക്കെ പഴങ്കഞ്ഞി വെള്ളം നല്ല സാധനമാണ്, നല്ലൊരു വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. സാധാരണ ഇന്നും ഇവ പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരമൊക്കെ കിടക്കാറുണ്ട്. ഇന്നങ്ങനെ കൂടുതൽ നേരമൊന്നും കിടന്നിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് നേരം കിടന്നുങ്ങാണ്ട് പിന്നെ അങ്ങനെ അതൊക്കെ ഒഴിച്ചു കൊടുത്തുങ്ങാണ്ട് പിന്നെ ഞാനിതാ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാന്ന് കേട്ടോ. അപ്പോൾ തലേദിവസം മുറ്റടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ലപോലെ തന്നെ ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നല്ലപോലെ എല്ലായിടും മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്ന് അത്യാവശ്യം നല്ലപോലെ വീട് എല്ലായിടും ക്ലീൻ ആക്കണം, ഉള്ളും പുറം എല്ലാതും ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇന്ന് രാത്രിക്ക് നമ്മളുടെ ഇവിടെ ഒരു വിരുന്നുണ്ട് കേട്ടോ. നാത്തൂനും കുട്ടികളും വരുന്നുണ്ട്. അതുപോലെ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയുപ്പി അനിയന്മാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അനിയൻ വന്നിട്ട് ഓനെ ഇതുവരെ സൽക്കാരം വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലാണ്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ സൽക്കാരം പോലെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഓനെ വിളിച്ചിട്ടുണ്ട്. ഓന് മാത്രമല്ല ഉമ്മയും ഉപ്പയും രണ്ടനിയന്മാരും വരും. പിന്നെ ചെറിയ നാത്തൂനും ഹസ്ബൻഡും കുട്ടികളും ഓലും വരും കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലൊരു വിരുന്ന് പോലെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആണ് കേട്ടോ വീട് മൊത്തം ക്ലീൻ ആക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വരുന്ന ഗസ്റ്റിന് ഫുഡ് എങ്ങനെയാണോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കും കേട്ടോ. നമ്മളുടെ വീട് വൃത്തിയാക്കലും വെറും ഫുഡ് മാത്രം അവർക്ക് അങ്ങോട്ട് കൊടുത്ത് ഇതാക്കിയിട്ട് കാര്യമില്ലല്ലോ. അവർക്കത് കഴിക്കുന്ന ആ ഒരു എന്താ പറയുക, വീടും കൂടെ നമ്മളൊന്ന് അടിപൊളിയാക്കി കൊടുക്കണ്ടേ. വലിയ ഡെക്കറേഷൻ ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത് കേട്ടോ. ഉള്ളത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം നോക്കാറുണ്ട് കേട്ടോ. അത് വിരുന്ന് വിളിക്കുമ്പോൾ മാത്രമല്ല കേട്ടോ, പരമാവധി വീടെപ്പോഴും നല്ല വൃത്തിയിൽ കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ ആരെങ്കിലും വരുന്ന ടൈമിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വീട് എല്ലായിടും ഒന്ന് ടച്ചപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അരികും മുക്കും മൂലം എന്ന് പറഞ്ഞ പോലെ എല്ലായിടും ഒന്ന് നല്ലപോലെ വെക്കുന്നുണ്ട്. എന്താ പറയുക, ഇനിയിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് അധികം കുക്കിങ്ങൊന്നും ഇല്ലാത്തത്. കാരണം തലേദിവസത്തെ കറിയും അതുപോലെ തന്നെ കുറച്ച് കൂർക്കപ്പേരിയും ബാക്കിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി കുറച്ച് ചോറ് വെക്കുക, ഉച്ചക്കൽക്ക് മാത്രം കുറച്ച് ചോറ് വെക്കുക. പിന്നെ കുറച്ച് സോയാബീൻ അല്ലേ, അത് കുറച്ച് ഫ്രൈ ആക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചോറ് വെക്കാനുള്ള അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയെന്ന്. ഇന്ന് കാക്കും വരും കേട്ടോ. അപ്പോൾ കാക്കു വരുന്ന ദിവസം അവരെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് കാക്കും വരും. അപ്പോൾ എന്താ പറയുക, നമ്മൾ എന്താ പറയുക, കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ സ്റ്റാർട്ടാക്കിയിട്ടില്ല കാരണം കാക്കു വരുമ്പോഴേ ഫുഡ് ഉണ്ടാക്കേണ്ട ഐറ്റംസും കാര്യങ്ങളും ചിക്കനും റൈസും ഒക്കെ കൊണ്ടുവരുള്ളൂ കേട്ടോ. എന്താ പറയുക, കാക്കു പണി കഴിഞ്ഞ് ഒരു 3 മണി 4 മണി ആ ഒരു ടൈമിലേക്കാണ് എത്തുക. അപ്പോഴാണ് കാക്കു സാധനം കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ.
ഇനിയിപ്പോൾ അതാ ഞാൻ ചോറിനുള്ളത് അവിടെ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ട് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട്, എപ്പോഴും ഞാൻ അങ്ങനെ ജനാലൊന്നും തുറക്കാറില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും അരിച്ച് കയറുമോ അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയൊരു ടെൻഷനാണ്. അപ്പോൾ ഞാൻ എന്താക്കാറുണ്ട്, എപ്പോഴും അടച്ചിടാറാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഈ എപ്പോഴും അടച്ചിടുന്ന വീട് ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, അത് നമ്മൾ സ്ഥിരം പെരുമാറുന്നവർക്ക് അതത്ര അറിയൂല. പക്ഷെ ഒരാൾ പുറത്തുനിന്ന് കയറി വരുമ്പോൾ അവർക്കത് പ്രത്യേകം കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ജനാലൊക്കെ തുറന്ന് മാറാലയും കാര്യങ്ങളൊക്കെ തട്ടിയെടുക്കാന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുക കർട്ടനാണ് താത്തിയിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ മാറാലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും കാണും, വരുന്നോലും ഇപ്പോൾ ഈ കർട്ടനൊക്കെ പൊന്തിച്ച് നോക്കും, അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ആ ഒരു പേരും പറഞ്ഞ് നമുക്കൊരു ക്ലീനിങ്ങും കൂടെ നടക്കും. ഇൻ കേസ് പിന്നെ ഇപ്പോൾ എല്ലാതും ഓലെ തൃപ്തിപ്പെടുത്തുക, അങ്ങനെ മറ്റൊരാളെ തൃപ്തിപ്പെടുത്തി ജീവിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലുള്ള ആളൊന്നും അല്ല കേട്ടോ ഞാൻ. ഒരാളെ എന്താ പറയുക, ഈ മറ്റൊരാളെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ, നമ്മളെയും കൊണ്ട് വെയ്ക്കണത് ചെയ്താൽ പോരെ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എന്നാൽ കൂടെ മറ്റൊരാളെയും കൊണ്ട് പറയിപ്പിക്കുന്ന വിധത്തിൽ ഞാൻ ഇതാക്കാറില്ല കേട്ടോ. വീട് അങ്ങനെ വെക്കാറില്ല. വീട് നല്ല മൊത്തത്തിൽ എന്നാൽ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്കാണ് ഓരോ കാര്യങ്ങളും ചെയ്യാറ്. പക്ഷേ എനിക്കിഷ്ടമുള്ള കാര്യമാണ് വീട് എപ്പോഴും നീറ്റായിട്ട് കിടക്കുന്നത്. വീട് നീറ്റായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ് ഫ്രീ ആവാൻ പറ്റും കേട്ടോ. ഇവിടെ കാക്കൂനാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് വീട് എപ്പോഴും നീറ്റായിട്ട് വൃത്തിയായിട്ട് ഇരിക്കണ കാര്യം എന്ന് പറയുന്നത്. കാക്കു വരുന്ന ടൈമിലാണെങ്കിലും വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കണത് കാക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാക്കു പറയും, വരുമ്പോൾ ആ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു സന്തോഷമായിരിക്കും എന്ന് എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം അത് മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരി മാറാലൊക്കെ എല്ലായിടം തട്ടിയെടുത്തിട്ടുണ്ടാകും കേട്ടോ. ഒക്കെ കൂടെ ഒന്ന് വീഡിയോ എടുക്കാതിരുന്നതാണ്. പിന്നെ മാറാലൊക്കെ തട്ടിയെടുത്തതിന് ശേഷം ഞാൻ എന്താ പറയുക, അകമൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്തിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഊറ്റിയെടുത്തിട്ട് കൂർക്കപ്പേരി ഒന്ന് എന്താ പറയുക ചൂടാക്കി എടുത്തു. പിന്നെ അത് സോയാബീൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അയാനെക്കുട്ടി ബാക്ക്ഗ്രൗണ്ടിൽ നല്ലപോലെ വെറുപ്പിക്കണുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ, മിണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബാത്റൂം എന്ന് പറയുന്നത്. അപ്പോൾ ബാത്റൂമൊക്കെ ഞാനിത് നല്ലപോലെ ഒന്ന് തേച്ച് കഴുകാൻ വേണ്ടിയിട്ട് കയറിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളുടെ ബാത്റൂമിന് ഈ കുഴൽക്കിണർത്തെ വെള്ളമാണല്ലോ നമുക്ക്. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ തട്ടിയിട്ട് കറ വീഴുന്നില്ല, പക്ഷെ ഒരു മണ്ണും കളർ വരും കേട്ടോ. അപ്പോൾ അത് കാരണം എപ്പോഴെപ്പോഴും ഇങ്ങനെ ആ ഒരു ക്ലോസറ്റും കാര്യങ്ങളൊക്കെ നല്ലപോലെ സോപ്പിട്ട് കഴുകിയെടുക്കണം. എന്നാൽ മാക്സിമം നമുക്കൊരു മെയിൻറ്റെയിൻസ് ചെയ്തിങ്ങനെ കൊണ്ടടക്കാൻ പറ്റും. പക്ഷെ കുറേ കഴിയുമ്പോൾ കുഴൽക്കിണർ നമുക്ക് പണി കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ കറുത്ത പുള്ളി അങ്ങനത്തെ വരില്ല കേട്ടോ. ഇതിന് വരുന്നത് ഒരു മണ്ണ് ചെളിയായ പോലുള്ളൊരു കളറാണ് വരുന്നത്. അപ്പോൾ അതും ചുമരും കാര്യങ്ങളും എല്ലാം അതൊക്കെ ഒന്ന് നല്ല പോലെ ഉരച്ച് ക്ലീൻ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഡെയിലി ഞാൻ ചുമര് ഒക്കെ എല്ലായിടും ക്ലീൻ ആക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. അതൊന്നും നമുക്ക് ഡെയിലി എത്തൂലല്ലോ. നമ്മൾ ഒരു എന്താ പറയുക, ആഴ്ചയിൽ ഒരു ദിവസം ഒക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിലും ക്ലീൻ ചെയ്താലും നമുക്ക് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ബാത്റൂമൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ. അല്ലാന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഉള്ളിലുള്ള ബാത്റൂമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് സ്മെല്ല് പുറത്തേക്ക് അടിക്കും കേട്ടോ. നമ്മൾ അത്രയും ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് ഫീലാവും. പിന്നെ ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ബാത്റൂമിൻ്റെ ഇതൊക്കെ മറ്റേ ബാത്റൂമിൽ ഇതുപോലെ ഇട്ട് തേച്ച് ഉരതിയിട്ട് ആ ഒരു ഉരതുന്ന ബ്രഷ് ഉണ്ടല്ലോ, അത് രണ്ടും പൊട്ടിയിട്ടോ. ആ ഒരു ബാത്റൂം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ ഒരു ബാത്റൂം ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഉള്ള ശക്തി മുഴുവൻ ഉപയോഗിച്ച് കണ്ട് ഉരതിയതാണ്. ആ ഉരതിയോടുകൂടി ആ ഒരു ബ്രഷ് പൊട്ടിയിട്ടോ. ഇനിയിപ്പോൾ ആ ഒരു ബാത്റൂമിലേക്ക് വേറെ ബ്രഷ് വാങ്ങിയിട്ട് വേണം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നോക്കിയിട്ടാണ് കേട്ടോ ഉരതിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതും പൊട്ടിപ്പോവും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതാ എന്താ പറയുക വാഷ് ബേസ് അതും നല്ലപോലെ അതിലും കറ വീഴുന്നുണ്ട് കേട്ടോ. എൻ്റെ ഉമ്മയ്ക്ക് എപ്പോഴും വന്നിട്ട് പറയും, ഇത് കഴുകല്ലേ ചോദിക്കൂട്ടോ. പക്ഷെ നമ്മൾ കഴുകായിട്ടല്ല, നമ്മളെപ്പോഴും കഴുകും. അതുപോലെ നമ്മൾ യൂസ് ആക്കാറുമില്ല. പക്ഷെ എന്നാലും അത് വെള്ളം നിന്ന് അതിൽ ചെറിയൊരു കളർ ചേഞ്ച് വരും. ഒരു എന്താ പറയുക, ഒരു മണ്ണും കളറിൻ്റെ ഒരു ഷെയ്ഡുമായി ഇങ്ങനെ ചെറുതായിട്ട് വരും. വൈറ്റും കൂടെ അല്ല ഇപ്പോൾ പ്രത്യേകിച്ച് അറിയും. അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ എന്താ പറയുക, കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്തെ വിരുന്നിൻ്റെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ആക്കിയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാകും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്